കബീർ. എത്ര വയസ്സായി കബീർ? 33. 33 വയസ്സായി. ഞാൻ കല്യാണം കഴിഞ്ഞ് എത്ര വർഷം ഒരുമിച്ച് താമസിച്ചു? 9 വർഷത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 3-4 വർഷമായി. 3-4 വർഷമായി. 3-4 വർഷത്തിനൊക്കെ മക്കളെയൊക്കെ പോയി കാണാറുണ്ടോ? കാണാൻ സമ്മതിക്കില്ല. സമ്മതിക്കുന്നില്ല? ഇല്ല, വിളിക്കും. ഞാൻ വിളിക്കുമ്പോ പറയും ഇങ്ങ വരണ്ട, എനിക്കെന്താ എന്നെ വിളിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറയല്ലേ. ആ, ഇവരുടെ വീട്ടിലോട്ട് വരണ്ടെന്നാ പറയുന്നത്. മക്കള് അവളല്ല പറയുന്നത്, അവളെ ഉമ്മയാണ്. ഉമ്മയാ പറയുന്നത്. അവക്ക് വേണമെന്ന് ഇതുപോലുണ്ട്, പക്ഷെ അവളെ ഉമ്മയാണ് ഇതിനുള്ളത്. ഉമ്മയല്ല കാര്യങ്ങളും പറയുന്നത്. അപ്പൊ അവരാണിത്. ഉമ്മയും ജ്യേഷ്ഠത്യം. അപ്പൊ ആലോചിച്ച് ഉറപ്പിച്ച് നല്ല രീതിയിൽ നടത്തിയ ഒരു കല്യാണത്തിന് അവര് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? എന്താന്ന് എനക്കും അറിയില്ല. അതിപ്പോ അവള് പറയണത് എന്താന്നുള്ളത്. അവർക്ക് താല്പര്യമില്ല അല്ലേ? ഇല്ല. അപ്പൊ ഈ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്ത അവളെ കാരണോളം പറഞ്ഞത് നമുക്കായിരിക്കും താല്പര്യം ഇല്ലാത്തോണ്ടാ. ആ, കാരണന്മാരൊക്കെ പറയുന്നത് അവർക്ക് ഒന്നിച്ച് താമസിക്കുന്നതിൽ അവർക്ക് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇല്ല, ആരും മുൻകൈ എടുക്കുന്നില്ല. ഇല്ല. നമ്മള് പള്ളി കമ്മിറ്റിക്കാരും എല്ലാവരും അവള് വീട്ടിൽ ഇന്നേരം അവളെടുക്ക് പോക്കൂ പറയലെല്ലാം ഉണ്ട്. അന്നേരം അവള് പറഞ്ഞ ഞാൻ മൊയ്വാന്നാണ്. ഒഴിവാങ്ങാന്നാ പറയുന്നത്. ആ, മൊയ്വാണ്. ഞാൻ പറഞ്ഞ തരൂല്ലാന്ന്. തരൂല്ലാന്ന്? ആ, ഞാൻ ഒഴിവാൻ നിക്കുന്നില്ല. എനിക്ക് വേണം, കുട്ടികളെ വേണം, അവളെ വേണം തന്നെ ഞാനിപ്പം പറയുന്നത് തന്നെ. കുട്ടികൾ എത്രയാ പഠിക്കുന്നത് ഇപ്പൊ? 2-ൽ എന്നോടൊന്നും പറയല്ല. വിളിച്ചു കഴിഞ്ഞാൽ എന്തിനാ വിളിക്കുന്നത്, ഇനി എന്തിനാ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം എന്താ എനിക്ക് എന്നൊക്കെ ആയിരിക്കും. എത്ര കുട്ടികളുണ്ടെന്നറിയോ? 2. ഏതിനാ പഠിക്കുന്ന അറിയാമല്ലോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് ചെല്ലുമ്പോ ഉമ്മയും ചേട്ടത്തെയും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കണ്ട, എന്നാ പറയാ, അങ്ങോട്ട് കയറണ്ടെന്നാ പറയുന്നത്. കുട്ടികളെ കാണാറില്ല അല്ലേ? ഇല്ല. കാണാൻ ഞാൻ പറ്റില്ല. മാത്രം എന്റെ കമ്പനിക്കാരെല്ലാം വിളിച്ചു നോക്കിയാണ്. എന്റെ കുട്ടികളെ കാണിച്ച വാട്സപ്പിലേക്ക് ഫോട്ടോ ഇട്ടിരുന്ന് ചോദിച്ചിട്ട് ഇല്ല. ഫോട്ടോ പോലും കാണിക്കുന്നില്ല. ഇല്ല, പുറക്കുള്ള ഫോട്ടം വരെ എടുത്തിട്ട് അവള് മൊത്തം കൊണ്ടുപോയി. കമ്പനിക്കാരെന്ന് പറഞ്ഞ കൂട്ടുകാരല്ലേ? എന്റെ കൂടെ പണിയെടുക്കുന്നു. അവരോട് പണിക്ക് പോകുന്നത്. എവിടാ പണി ചെയ്യുന്നേ? നാട്ടിൽ തന്നെ. എന്ത് പണിയാ? കൂലിപ്പണി. എല്ലാ പണിയും എടുക്കും. കൂലിപ്പണിക്ക് പോകും. കച്ചവടമൊക്കെ നടത്തിയിരുന്നു. കച്ചവടമുണ്ട്, ഫ്രൂട്ട്സിന്റെ കച്ചവടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം ഉണ്ടായിരുന്നു ആദ്യം. നല്ല പൊട്ടിപ്പോയതാണ്. ഇപ്പം കോയമ്പത്തൂർ കടയിലാണ്. കടയിൽ നിൽക്കുക. കടയെന്ന് പറയുമ്പോ എന്തിന്റെ കടയാ? അനാദി മസാലക്കട. മസാലക്കട. അപ്പൊ ഒരു മാസം കൃത്യമായിട്ടുള്ള ഒരു ശമ്പളമൊക്കെ കിട്ടും. അപ്പൊ അത് നല്ല പടിയാ. സ്ഥിരം അവിടെ ആണ്. അപ്പൊ അവിടെ പോയി വരുവോ? എങ്ങനെയാ അത്? അത് മാസത്തിലോ അല്ലെ 2 മാസം കൂടുമ്പോ വരുള്ളൂ. അങ്ങനെ വരാൻ പറ്റുള്ളൂ. അപ്പൊ കടയിൽ സ്ഥിരമായിട്ട് ഇപ്പൊ കടയിലുണ്ട്. അപ്പൊ ഒരു സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ട്. അത് നല്ലതാ. ഈ കച്ചവടം അതും ഒക്കെ ഇങ്ങനെ നടത്തുന്ന പറയുമ്പോൾ കൃത്യമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. കൂലിപ്പണിയും എത്രയാണ്? ഞാൻ കുറെ പച്ചക്കറി ബിസിനസ്സിൽ നടത്തി വെക്കാൻ എല്ലാം പൊട്ടിപ്പോയതാ. അവിടെ ആങ്ങളുടെ ഇവിടെ തന്നെ ഹോട്ടലിൽ നടത്തി തലശ്ശേരി, അതും പൊട്ടിപ്പോയി. അങ്ങനെ പിന്നെ കുറച്ച് കടവും കാര്യങ്ങളും വന്നു കഴിഞ്ഞു. പറഞ്ഞു ഓരോന്ന് ശ്രമിച്ചു നോക്കി, ഓരോന്നിലും പൈസ ഇറക്കി നോക്കി, ഒന്നും വിജയിച്ചില്ല. പക്ഷെ എന്തായാലും ഒരു കടയിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന നല്ലതാണ്. അപ്പൊ ഈ അവിടെ ലീവ് എടുക്കൂ കൂടുതൽ ദിവസങ്ങള്? ഇല്ലല്ലോ, ലീവ് തരത്തില്ല ഇവര്. ഇപ്പൊ ഒരു ജീപ്പിന്റെ കാര്യം പറഞ്ഞു. ആ ജീപ്പ് ഓടാൻ കൊടുത്തിട്ട് പിന്നെ അത് എന്തായി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് എന്ത് പറ്റിയതാ? അത് പിന്നെ ഓടാൻ കൊടുത്ത് കലക്ഷനൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. ഞാൻ നേരെ ലോറി പോക്കായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യം തന്നെ നാഷണൽ പെർമിറ്റ് ലോറിയിലാണ് ഫസ്റ്റ്. ലോറിയിലാ പൊക്കോട്ടിരുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ബോംബെയിലേക്ക് റബ്ബർ ഷീറ്റ് ആയിട്ട് പോകാൻ പറ്റും. അവിടുന്ന് ലോഡ് ആയിട്ട് എവിടത്തേക്കെങ്കിലും ഓഫീസിൽ നിന്ന് പറയുന്ന എവിടെയെങ്കിലും വണ്ടി ഓടിച്ചു പോകും. ഇല്ല, ക്ലീനറായിട്ട്. അപ്പൊ ഈ കല്യാണം ഇഷ്ടപ്പെട്ടു തന്നെ നടത്തിയതല്ലേ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരുപാട് ഒരു സ്നേഹമായിട്ട് നോക്കിയിട്ടുണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 2 സഞ്ചി നിറയെ വീട്ടു സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. അത്രയും നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ കുറെ കടങ്ങളും ഈ സ്വർണം എന്ന് പറയുന്നപ്പോൾ അവര് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെയോ കല്യാണത്തിന് വരെ അഡ്ജസ്റ്റ് ചെയ്ത് 1 ലക്ഷം രൂപയും തന്നു, 17,500 പവനും കൊടുത്തു. അപ്പൊ അതൊന്നും പിന്നെ കിട്ടാതായി എന്ന് പറഞ്ഞപ്പോ അവരുടെ വീട്ടുകാർക്ക് മനസ്സിലായിട്ട് വിഷമാവും. പെട്ടെന്നൊന്നും ഈ കൂലിപ്പണി എടുക്കുന്ന എനിക്കൊന്നും പെട്ടെന്നൊന്നും ഇതാക്കണം. കുറെ എല്ലാം ഓളെ ആങ്ങളാറും ഓളെ വീട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വിറ്റതല്ല. ആണോ? ഓളെ ഏട്ടത്തി വെച്ച അതിന്റെ റെസീറ്റും ബാങ്കിൽ വെച്ച അതിന്റെ റെസീറ്റും കാര്യങ്ങളും എന്റെ വീട്ടിലുണ്ട്. പക്ഷെ അവൾ ഇന്നലെ എന്നോട് പറഞ്ഞു ആരാ എന്റെ കൂടെ അവളെ ഉണ്ടോന്ന് വെച്ചാൽ അവള് പറഞ്ഞതില്ല, ഞാനും എന്റെ ആങ്ങളെ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇന്നലെ രാത്രി വിളിച്ചിട്ട് അവള് സത്യം ചെയ്തിട്ട് എന്നോട് പറഞ്ഞത്. നമ്മുടെ ഇവിടുന്ന് പോയ മേഡം ഉണ്ട്. ആ മേഡം പറഞ്ഞു സ്ത്രീകൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ വരണം, ചില കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയണോ. അതൊക്കെ പറയാലോ. എന്തായാലും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണുമല്ലോ അവരെ. അല്ല, അപ്പൊ അങ്ങനല്ല, അത് പറഞ്ഞതിന് ശേഷമാണ് അവരെ വരുത്തിയത്. നമ്മള് അവരും കൂടെ വന്നെങ്കിലേ പറ്റൂന്ന് അവസാന നിമിഷം പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലിക്ക് പോകുന്നത് കൊണ്ട് കുടുംബം പോറ്റാവുന്ന കുഴപ്പമില്ല. കടമൊന്നും വാങ്ങിക്കാതെ
മാസം ഒരു വരുമാനം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോഴും നിങ്ങൾക്ക് അവരോട് സ്നേഹക്കുറവൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ ഇപ്പൊ ഒരാഴ്ച മുമ്പേ വിളിച്ചതാണ് അവളെ. നേരം പറഞ്ഞ ഞാൻ വരൂല എന്ന് പറഞ്ഞു. വരൂല? ആ, ഇനി എന്തിനാ എന്നെ വിളിക്കുന്നെന്ന് തന്നെയാ വെച്ചത്. ഇനി എന്നുള്ള വാക്ക് ഒരുപാട് പ്രാവശ്യം അവളെ വിളിക്കുമല്ലോ ഇതായതുകൊണ്ട് എനിക്കത് മനസ്സിനോ ഇതായതുകൊണ്ട് ഞാൻ പിന്നെ വിളിയില്ല, വർത്താനവും കാര്യങ്ങളൊന്നും. ആ, വെറുപ്പ് പിടിക്കുമ്പോ ഒരാളുണ്ടല്ലോ, വെറുപ്പ് പിടിക്കുമ്പോ ഇനി എന്തിനാ എന്നെ വിളിക്കുന്ന, ഇനി എന്തിനാ എന്നെ വിളിക്കേണ്ട ആവശ്യം എന്നല്ലേ. അത് പറയുമ്പോ എനിക്ക് മനസ്സിലായി ഇത് കബീറും ദേഷ്യത്തെ തിരിച്ച് പറയത്തില്ലേ? കബീർ തീർച്ചയായിട്ടും അങ്ങോട്ട് പറയുമ്പോ നീ എന്തിനാ നീ പോകുന്നത്, നീ കച്ചവടം നടത്താൻ പോകുന്ന എന്തിനാ, നീ നിനക്ക് വീട്ടിൽ ഇരുന്ന അപ്പൊ എന്നൊക്കെ നിങ്ങൾ ദേഷ്യപ്പെട്ട് പലതും സംസാരിക്കും. ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു കാര്യം ചോദിച്ചില്ല. എന്തിനാ കച്ചവടം ചെയ്യാൻ പോകുന്നത് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവള് കച്ചവടം ചെയ്യുന്ന തന്നെ ഞാൻ അറിഞ്ഞത് ഇപ്പൊ അടുത്താണ്. എന്തിനാ ഈ കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാനുണ്ടായ കാര്യം എന്താ? കടത്തിന്റെ ആണെന്ന് അവള് പറഞ്ഞു. എന്നാ പറയുന്നേ? അല്ല, അപ്പൊ അവരായിട്ട് ഇറങ്ങി പോവുമായിരുന്നോ? ആ, അവള് രാവിലെ എണീച്ചിട്ട് പോയതാണ് വീട്ടിൽ നിന്ന്. ഞാൻ ഉറങ്ങിണീക്കുമ്പോ എന്നതിന് മുമ്പേ അവള് പോയിന്. ഉപ്പ രാവിലെ ഉപ്പ എന്നോട് പറഞ്ഞ് ഞാന് ഓട്ടോറിക്ഷ കയറ്റിട്ട് വിട്ടുകൊടുത്തതാ. ഓള് ഇവിടെ നിന്നിട്ട് എന്താ നിങ്ങൾ ഇവിടുന്ന് വെറുതെ കലമ്പാനാ, ഓള് ഇവിടുന്ന് അതിന്റെ കടത്തിന്റെ പേരും പറഞ്ഞിട്ട് ഓള് ഇവിടുന്ന് നെഞ്ഞത്തടിക്കുക ഇതാക്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും, അതുകൊണ്ട് ഓളാടെ നിൽക്കട്ടെ, ഓളപ്പ ഇങ്ങനെ വരുന്നത് വെച്ചാൽ വന്നോട്ടെ. തന്നെ നിങ്ങളുടെ പാപ്പ പറഞ്ഞു. അത് പിന്നെ നെഞ്ചത്തടിച്ച് കരച്ചിലും ബഹളവും ഒക്കെ ആവുമ്പം ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാവട്ടെ, ഒരു വീട്ടിൽ പൊക്കോട്ടെ നിങ്ങൾ പറഞ്ഞു വിട്ടു. അവരുടെ വീട്ടുകാർ വല്ലതും വന്നായിരുന്നോ? ഇല്ല, അന്നാരും വന്നിട്ടില്ല. ഇല്ല, തലേദിവസം വന്നിരുന്നു. അത് അവള് ഒരു ദിവസം പോയി വിട്ടിനായിരുന്നു. ഒരു ദിവസം പുറപ്പെട്ടു പോയി റെയിൽവേ ട്രാക്കിൽ പോകാനൊക്കെ ആയിട്ട് പോയെന്ന് പറഞ്ഞു. എവിടെ പോയെന്ന് നമ്മളെ കായ്ക്ക് ഇന്ന് വരെ വീട്ടിൽ കിട്ടിയില്ലേ. വീട്ടിൽ നിന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കടത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ പൈസക്ക് വേണ്ടി ഞാൻ രാവിലെ ഈ പൊന്നിന്റെ കടം എന്ന് പറഞ്ഞല്ലോ, അനിയത്തിയുടെ സ്വർണത്തിന്റെ. അത് എന്തിനു വേണ്ടിട്ട് വാങ്ങിച്ചതാ? അത് ഇങ്ങനെ കച്ചവടത്തിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് വാങ്ങിച്ചതോ. അപ്പൊ തിരിച്ചു കൊടുക്കാത്തത് പ്രശ്നമാവും. അതില് കൊറേ കൊടുത്തിന് 10-30,000 റുപ്യ ഞാൻ തന്നെ കൊടുത്തിനായിരുന്നു. അവർക്ക് കൊടുത്തു. ഓരോരുത്തരോട് കടം വാങ്ങിച്ചിട്ടായിട്ടും പണീന്റെ വിഷയമായിട്ടുള്ള കുറെ ചവക്ക കൊടുത്തിന്. എന്നിട്ട് അവൾ അതെല്ലാം നിർത്തി എന്നോട് പറഞ്ഞ് അതെല്ലാം ഞാൻ ചെലവിന് വേണ്ടി ഉപയോഗിച്ചതിന് കടത്തിന്റെ വേറെ തരണം. എന്നിട്ട് ഉപ്പാനോട് 26,000 റുപ്യ വേറെ വാങ്ങിച്ച് വീട്ടിൽ നിന്ന്. അവർക്ക് അനിയത്തിക്ക് കൊടുത്തോ? അതറിയില്ല, ഓളകയിലാണ് കൊടുത്തിന്. അതെന്താ പൈസ വാങ്ങിച്ചു കൊടുക്കാത്തത്? അവരുടെ 26,000 രൂപ വാപ്പ തന്നു പറഞ്ഞില്ലേ, ആ പൈസ തന്നെ തന്നിട്ടുള്ളൂ, വേറെ പൈസ ഒന്നും തന്നിട്ടില്ല. അതന്നെയാണത്. അല്ല, അതുണ്ട്. അല്ലാതെ നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ 30,000 രൂപ കൊടുത്തു. 2-3 പ്രാവശ്യമായിട്ട് പൈസ കൊടുത്തിന്. വാപ്പക്ക് കൊടുത്തു. എന്നെ ഫോൺ ചെയ്യുമ്പോ പറയും വാപ്പ അല്ല തന്നത്, വാപ്പ തന്ന പൈസ ഞാൻ തിരിച്ചു കൊടുത്തെന്ന് വാപ്പാക്ക്. ഓ, അത് വേറെ. അതല്ല, അത് കൂടാണ്ട് അവർക്ക് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് പൈസ കൊടുത്തിന്. ഒരിക്കൽ 10,000 വെച്ച് കൊടുത്ത്, ഒരിക്കൽ 15,000 വെച്ച് കൊടുത്ത്. അങ്ങനെ അവള് പറഞ്ഞത് 10,000 തന്നത് എപ്പാന്നറിയോ? ഈ സമയത്തൊന്നല്ല, അതിന് മുന്നേ ഈ പിന്നെ ഈ സ്വർണം വാങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മിനി എന്ന് പറയുന്ന ആളെടുത്തുനിന്ന് ഒരു വള വാങ്ങി. എൻ്റെ ആങ്ങളുടെ ഭാര്യന്റെ അടുത്തുനിന്ന് ഒരു സ്വർണം വാങ്ങി. ഇതെല്ലാം വാങ്ങിയതിന്റെ തിരിച്ച് എടുത്തു കൊടുക്കാനുള്ള പൈസ തന്നതാ. പക്ഷെ ഇത്രയും കച്ചവടങ്ങളും പൊട്ടിയിട്ടും കബീർ പിന്നെ ഈ ഉള്ള സ്വർണ്ണങ്ങൾ മുഴുവനും എടുത്ത് പണയം വെച്ചത്? ഞാൻ ഫുള്ളായിട്ട് എടുത്ത് പണയം വെച്ചിട്ടില്ല. ഒരു 6 പവനോളം ഞാൻ വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ വാങ്ങിക്കൊടുക്കാന്നും പറഞ്ഞു. അവളവിടെ വീട്ടിലുള്ളായിരുന്നു തന്നെ. അവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ മക്കളുടെ കടത്തിന്റെ പൈസ ഞാൻ തരാം, കടത്തിന്റെ പൈസ ഞാൻ തരാം, ഇങ്ങ വാ. ഇല്ല, ഞാൻ വരൂല. ഇപ്പം വരൂലെന്ന് അവള് വാശി പിടിച്ച് പറയുമ്പോ എനക്കും വാശി കൂടി. അതാണ് ഇത്രയും കാലം നീണ്ടുപോകാൻ കാരണം. വരത്തില്ല, നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ തയ്യാറല്ല എന്ന് പറയാൻ കാരണം എന്തുവാ? ഓള് പറ പണത്തിന്റെ കടത്തിന്റെ ഇതാണ്, അത് മാത്രമേ ഉള്ളൂ കാരണം. അതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല. എന്നോട് പറഞ്ഞത് അതാണെന്ന്. ഞാൻ കൂടി പറഞ്ഞത് പണത്തിന്റെ കാരണത്താലാണ്. എന്റെ കടം പോയി തന്നു കഴിഞ്ഞാൽ ഞാൻ വരും, അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ വന്നിട്ട് അവിടെ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ വരും. അല്ല, ഈ കുട്ടി ഇറങ്ങി റെയിൽവേ ട്രാക്കിൽ പോയത് ഈ വനിതാസിൽ പരാതി കൊടുത്തു. അവര് കൊണ്ടുവന്ന് പരാതി കൊടുത്തപ്പോ അതിന്റെ നാണക്കേടും കാര്യങ്ങളും കൊടുക്കാനുള്ള നിവൃത്തിയില്ല, നിങ്ങൾ എടുത്തു കൊടുക്കുന്നില്ല, അതിന്റെ മാനസികത തകർന്നു പോയി. അല്ല മേഡം, ഞാനൊരു പൈസ ഒരാൾ തരാന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് പോയത്. അപ്പൊ 8 മണിക്ക് പൈസ തരാന്ന്, 8 മണിക്ക് പൈസ ശരിയാകും പറഞ്ഞു, ഉച്ചയാകുമ്പോൾ തരാന്ന്. അത് ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു. അത് വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞാൽ പാടാണ് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ അന്നേരം വീട്ടിലില്ല. അവളെ ഇറങ്ങിപ്പോയത് തന്നെ എന്നെ ഏട്ടൻ വിളിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെ 100 ഇറങ്ങിപ്പോയി, ഇങ്ങനെ അവള് കണ്ണൂക്കര എത്തി മറ്റേ അന്നെ ഒരിക്കലും വിളിച്ചിന് കോയൻ ബോക്സ് നട്ടോ പിന്നെ എവിടെ ഉള്ളതെന്ന് അറിയില്ല. ഞാൻ അപ്പം അന്നേരം തന്നെ അവളെ ഉമ്മാനെ വിളിച്ച്. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു 100 അങ്ങ് വന്നിനോ? അന്നേരം പറഞ്ഞു ഇല്ലാലോ, ആ തരുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ അല്ല, അവള് പറയുന്ന കഴിഞ്ഞു പോയിനല്ലോ, എടുത്തേക്കാ പോയാൽ തിരിക്കില്ല. ഞാൻ ചാടിയാ വന്നത്. അങ്ങനെ അവളെ ഏട്ടത്തിൽ അതിലാണ് വിളിച്ച്. അവളും പറയുന്നത് ഇങ്ങും വന്നിട്ടില്ല. പിന്നെ വേറെ നിങ്ങളെ വിളിച്ചു? ഓ, എന്നെ വിളിച്ചിട്ടില്ല, ജ്യേഷ്ഠന്റെ ഫോണിലേക്ക് അവള് വിളിച്ച്. വിളിച്ചപ്പോ ഞാൻ കോയിൻ ബോക്സ് ഇട്ട് വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇനി തിരിച്ചു വരുന്ന എന്തായാലും നീ മരിക്കാൻ തയ്യാറായി പോയതല്ലേ, 2 പിള്ളേരെ കിണറ്റിലിട്ടിട്ട് ഞാൻ കൊല്ലുന്നു.
അങ്ങനത്തെ ഒരു വർത്താനം അവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കാം. നാട്ടിൽ വന്നിട്ടില്ല. 2 മക്കളെ ഇട്ട് പോയി എന്ന് പറയുന്നത് എന്റെ പറക്കാർ എന്നെ ഫോൺ വിളിച്ചിട്ട് അവളല്ല. അന്നേരമാണ് ഏട്ടൻ പറയുന്നത്. ഞാൻ പിന്നെ വിളിച്ചിനോന്ന് ചോദിച്ചാൽ പറക്ക് വിളിച്ചിനോന്ന് വിളിച്ചു ഏട്ടൻ പറഞ്ഞ എന്നെ വിളിച്ചിന് കോയിൻ ബോക്സിന് ഞാനിങ്ങനെ റെയിൽമലയൊക്കെ പോന്നാ ഞാൻ കണ്ണൂക്കര എത്തിക്ക് റെയിൽമലയൊക്കെ പോന്നാൻ മറ്റേ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. എന്നെ വിളിക്കാണ്ട് ഞാൻ അവളോട് ഇത് ഇങ്ങനെ പറയേണ്ടത്. അവൾ പറക്കുള്ളവരാ എന്നോട് പറഞ്ഞു ഇങ്ങനെ പൈസ ശരിയാക്കില്ലെങ്കിൽ ഞാൻ മരിച്ചാലും അങ്ങനെ കളി ഇങ്ങനെ ഞാൻ 2 മക്കളെ എടുത്ത് കയറ്റിട്ട് ഞാൻ മരിച്ചാലും ഞാൻ വന്നാൽ പിന്നെ ഇപ്പൊ പൈസ കിട്ടാൻ ഉച്ചക്ക് കിട്ടുമെന്നല്ല പറഞ്ഞു. ഞങ്ങൾ ഇതും ഞങ്ങൾ ചെയ്തുകൂടുന്നു പറഞ്ഞു. ആ ദേഷ്യത്തിന് പറഞ്ഞു പോയിന്. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കോ? ആര്? ഇല്ല ഇല്ല. നിങ്ങൾ രാവിലെ വീട്ടിൽ വരുമ്പോൾ ഓറഞ്ചിന്റെയും പഴങ്ങളുടെയൊക്കെ മണങ്ങളാണ് കൂടുതലും നല്ല ഇതായിട്ട് വരാറുള്ളത് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. എനക്കും അറിയില്ലേ. ഞാനങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഞാൻ കൂടുതൽ കഴിക്കലില്ല. അപ്പം ഈ രാത്രി പോകുന്ന പണി എന്നൊക്കെ പറയുന്നത് ഇത് ഈ ഷീറ്റ് കൊണ്ടുപോകുന്ന പണിയാണ്. അത് കല്യാണം കഴിഞ്ഞ സമയത്തല്ല. വീട്ടിൽ മോഷണം പോയിട്ടുണ്ടോ എന്തെങ്കിലും? എന്റെ വീട്ടിലാ? ഇല്ലല്ലോ. ഒന്നും പോയിട്ടില്ല. ഇല്ലില്ല. നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ മോഷ്ടിച്ചില്ല. എന്നെ അങ്ങനെ ഒരു കേസിൽ പെടുത്തിയിട്ടുണ്ട് അവള്. ആര്? അത് കാരണം എന്താന്നുള്ളത് ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. വിവരിച്ചു കഴിഞ്ഞാൽ മോശമായി മാറും. അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. വന്നത് ഇവര് മനഃപൂർവ്വം ചെയ്യാൻ കാരണം എടുത്തിരിക്കുകയാണ്. അതിലെന്നെ കുടിക്കിയതിനോ ഇതും എല്ലാം തെളിവും കാര്യങ്ങളും എല്ലാം ഓൻ തന്നെ വന്നിട്ട് സാക്ഷി പറയാനോ തയ്യാറോ കോടതിയിൽ പറയാനോ തയ്യാറാന്ന് പറഞ്ഞു. ആര്? എന്നെ കുടിക്കില്ല അവരെ ഇല്ലേ, ഓൻ കോടതിയിൽ വന്നിട്ട് സാക്ഷി പറയാന്ന്. എന്നിട്ട് അവളോട് കോടതി കേസ് കൊടുക്കാൻ പറ്റും. അവള് കോടതി കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അവള് നിന്ന്. ഇതേത് നിങ്ങളാണോ? അതെ. ഇതിപ്പോ ഇന്ന് രാവിലെ നമ്മുടെ ഇവിടുന്ന് വന്ന മേഡത്തിന് ഒരാള് അയച്ചു കൊടുത്തതാണ്. അയച്ചു കൊടുത്തതല്ല മേഡം, ഓള് കൊണ്ട കൊടുത്തത് തന്നെ. അല്ല കണ്ടപ്പോഴേ എനിക്കൊരു പരിചയം തോന്നി. എങ്ങോ കണ്ട് നിങ്ങൾ സീരിയലിലോ സിനിമയിലോ എവിടെയോ നിങ്ങളുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നിയതാണ്. പക്ഷെ എവിടുന്നാണെന്ന് എനിക്ക് ഐ കുഡ് നോട്ട് റെക്കഗ്നൈസ്. ആ കുട്ടി കടം എന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്. കുറെ കടത്തിപ്പെട്ടു പോയി. എന്റെ അമ്മയും എന്റെ വീട്ടിൽ നിന്ന് കൊടുത്ത പണം എനിക്ക് തിരിച്ചു കിട്ടാനുള്ള വഴി ഉണ്ടാക്കി തരണം, ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് 2 കുട്ടികളെ കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാനേ പറ്റൂ, അത് തിരിച്ച് വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ വെച്ചാൽ വേറെ നിർവാഹമില്ല. ആ കുഞ്ഞുങ്ങളുടെ പേരിൽ ഒരു തുകയായിട്ട് ഇടണം നീ. 1 ലക്ഷം രൂപയും 17 പവനും അത് അത്രയും റൗണ്ടായിട്ട് അല്ലെങ്കിൽ പോലും ഒരു തുക ഇടുക, ആ കുഞ്ഞുങ്ങളുടെ പേരിൽ FD ഇടുക. എന്നിട്ട് നീ അയാളോട് പോയി താമസിക്കായിരിക്കും, എന്ത് വേണമെങ്കിലും ആവാം എന്നാണ് ആ ഉമ്മയുടെയും ചേട്ടത്തിയുടെ അഭിപ്രായം. അപ്പൊ അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് പിടിച്ചെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊക്കെയാ പറഞ്ഞത്. അപ്പോ ഇതാണ് കേസ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ രാത്രികാലങ്ങളിൽ നിങ്ങൾ പോയിരുന്നത് ഈ മോഷണത്തിനാണ്? ഇല്ല മാഡം, ഞാൻ മോഷ്ടിച്ചതല്ല. ഈ സാധനം വിറ്റു കൊടുത്തതിന്റെ പേരിലാണ് എനിക്ക് ഇത്രയും കേസ് വരാൻ കാരണം. ഇതല്ല, ഇതിൽ പറയുന്ന ഫുള്ളായിട്ട് കേസ് നിങ്ങൾ എന്റെ പേരിലുണ്ട്, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാൻ തരാം. കട കുത്തി തുറന്നു, പിന്നെ ഒരു സ്ത്രീയുടെ കമ്മല് ഇതിൽ പറയുന്ന കേസ് എന്റെ പേരിലുണ്ട് എന്നുള്ളത് സാറ് തെളിയിച്ചു കഴിഞ്ഞാല് സാറും പറ എന്താ പറയുന്നത് വെച്ചാൽ ഇത് ഞാൻ തയ്യാറാണ്. ഒരു കോടതിയിൽ ഇപ്പം കേസില്ല. മട്ടന്നൂർ അവിടെ തിരക്കാൽ അറിയാമല്ലോ. 2 വർഷം ജയിൽവാസം ഉണ്ടായിരുന്നു സാർ. 2 വർഷം ജയിൽ. അതെന്തിനായിരുന്നു? ഈ കേസിന്, ഈ കേസിനാണ് ജയിലിൽ പോയത്. ഇതിനാണ് 2 കോടതിയിലാണ് നിങ്ങളിപ്പോ കേസ് നിൽക്കുന്നതെന്ന് ചോദിച്ചത്, അതോ വെറുതെ വിട്ടോ നിങ്ങളെ? വെറുതെ കേസ് വിട്ട്. എല്ലാ കേസും കഴിഞ്ഞു, ഒന്നുമില്ല ഇപ്പൊ, എല്ലാം വിട്ട്. എല്ലാ കേസും വിട്ടു, എല്ലാം വിട്ട്. ഒരു കേസും 2 വർഷം അതിനാണോ ജയിലിൽ ഉണ്ടായിരുന്നത്? 2 വർഷം ശിക്ഷിച്ച് ജയിലിലായതിനു ശേഷം വെറുതെ വിട്ടെന്ന്, അങ്ങനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചു? അല്ല, ഈ കേസിന് 2 വർഷത്തെ ശിക്ഷ തന്ന്. തലശ്ശേരി കേസിന്, മട്ടന്നൂരിന്റെ കേസ് വിട്ട് തലശ്ശേരിത്തേക്ക്. മട്ടന്നൂർ എന്ന് നമുക്കറിയണ്ട. ഈ കേസിനെ സംബന്ധിച്ച് എന്തോ ആയി? ശിക്ഷ കിട്ടി 2 കൊല്ലം. അന്നേരം നിങ്ങൾ നിരപരാധി അല്ല എന്ന് തെളിഞ്ഞോണ്ടാണല്ലോ ശിക്ഷിച്ചത്. കള്ളം പറയുന്നത് അല്ല സാർ. സെഷൻസ് കോടതി അറിയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതും ഇതെല്ലാം തിരക്കിയതാ. അല്ല, സെഷൻസ് ഞങ്ങൾ അപ്പീലൊക്കെ കൊടുത്ത് കേസ് ശിക്ഷിച്ചു. ശരി, തലശ്ശേരി കോടതിയാണ് ശിക്ഷിച്ചത്. അപ്പീലൊക്കെ സെഷൻസ് കോടതിയിൽ അപ്പീലൊക്കെ കൊടുത്തിട്ട് അവരുടെ കേസ് വെറുതെ വിട്ട് എന്നിട്ടാണ് ഇറങ്ങുന്നത്. നിരപരാധിയാണ് എന്നുള്ള രീതി നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കരുത്. പല കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചതാ. ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ? സത്യം പറയണം കബീർ, കാരണം നിങ്ങളൊരു കോടതിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മതി. നിങ്ങളെ ശിക്ഷിച്ചു, ജീവിതത്തിൽ നിങ്ങൾ അത്തരം തെറ്റുകൾ ചെയ്തു പോയി. നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഇതുപോലെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റു വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നിങ്ങൾ മാത്രം. എന്ത് പറ്റി അങ്ങനെ?
എന്ത് പറ്റി കബീറിന്? ആർഭാടായിട്ടുള്ള ജീവിതം ഇതാണ്. ആർഭാടായിട്ടുള്ള ചെയ്ത് ആർക്കാ? അവരുടെ. അതുകൊണ്ട് എനിക്ക് ഈ പൈസ കൊണ്ട് തേഞ്ഞില്ല. അപ്പൊ കമ്പനിക്കാരോ കൂടെ അവര് സാധനം കൊണ്ടുത്തരും, വിറ്റ് കൊടുക്കൂ, അങ്ങനെ കേസ് പെട്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായത് എവിടാ? ഇപ്പൊ മട്ടന്നൂർ കേസ്. എന്തായിരുന്നു അത്? ഇതന്നെ ഈ സ്വർണം ഇത് എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളതും വിറ്റു എന്ന് പറഞ്ഞിട്ടുള്ളതും ഇതെല്ലാം തന്നെ. സ്വർണം എടുത്തത് എവിടുന്നാ? മട്ടന്നൂരിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടാണ് കേസ് വന്നത്. കടയാണോ അത്? അല്ല, വീട് തന്നെ. വീട്ടിൽ നിന്ന്. കടേന്റെ ഒന്നും കേസില്ലല്ലോ. കടയില്ല, വീട്ടിൽ നിന്ന് എടുത്തത്. നൂർജഹാൻ പറഞ്ഞുണ്ടാക്കിയ കേസെന്ന് ആണ് നേരത്തെ പറഞ്ഞില്ലേ? എന്നോട് അന്ന് പറഞ്ഞ് കടത്തിന്റെ കാര്യം വന്നേരം ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ഇപ്പം ചെയ്യേണ്ട, കക്കാൻ പോയെന്നാന്ന് വെച്ചാൽ നേരം എന്നോട് നിങ്ങൾ കട്ടിട്ടായാലും എങ്ങനെയായാലും എന്റെ കടം വീട് തരണോന്ന്. അങ്ങനെയാണ് നിങ്ങൾ മോഷണത്തിന് പോയത് ഇല്ലേ? അല്ല, ഞാനിത് വേറെ ചെങ്ങായിനോട് പൈസ ഒക്കെ പറഞ്ഞു. അപ്പൊ ഓനിങ്ങനെ പറഞ്ഞ്, അപ്പൊ ഓനിങ്ങനെ പറഞ്ഞ് ഞാൻ സാധനം കൊണ്ടുത്തരാം, അതിന് വിറ്റാന്ന് പതി പൈസ എനിക്കും തരാൻ തന്നെ. അയാളാണോ കട്ടത്? ആ, നിങ്ങൾ വെറുതെ കൂട്ടിന് പോയതേ ഉള്ളൂ. അയാള് കട്ടപ്പോ നിങ്ങൾ കണ്ടു നിന്ന് ആ, വിറ്റു കൊടുത്തു. ഞാൻ രണ്ടുപേരും കൂടെ പോയി. അയാൾ രണ്ടുപേരെ എടുത്തു. വിറ്റത് ഇയാളാണ്. അതാണ് കാര്യം. എത്ര പേരുണ്ടായിരുന്നു? 6 ആണ് 7 ആണ്. അത്രയോ? അധ്യാപകന്റെ വീട് കുത്തി തുറന്ന കേസ് അതാണോ? അറിയില്ല, ഏതൊക്കെയോ 9 അറിയില്ലെന്ന് പറയരുത്. സകല തെളിവുകളും ഉണ്ട് ഇവിടെ. 9 കേസ് വെച്ചതിന് 9 കേസുണ്ട്. 9 ഉണ്ട്. പക്ഷെ 9 മട്ടന്നൂർ കോടതിയാണ്. അതെല്ലാം കൂടി 9 മാസത്തിൽ തീരാൻ വേണ്ടിയിട്ട് കുറ്റം സമ്മതിച്ചോ പെട്ടെന്ന് തീർത്തരാൻ എന്നിട്ട് അങ്ങനെ സമ്മതിച്ചിട്ടല്ലോ 9 മാസം കൊണ്ട് കേസ് തീർത്താണ്. അല്ല, അതിന്റെ പേരിലാണ് ശിക്ഷ കിട്ടിയത്. പക്ഷെ അത് ആ കുട്ടി പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ മോഷണത്തിന് തയ്യാറായത്. അതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇവരെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ കല്യാണം കഴിച്ചിട്ട് ഓളെ 2006 കല്യാണം കഴിച്ചിട്ട് 2012 കേസ് വരുന്നത്. ജീപ്പിന് എന്താ പറ്റിയേ? ജീപ്പ് എവിടെയാ കൊടുത്തേ? ജീപ്പ് കല്ലാച്ചിമല് ഓളെ തന്നെയല്ല വിറ്റതു. അത് കൊടുത്തിട്ടാണ് കാർ എടുത്തത്. കാറ് എവിടെ കൊടുത്തു? കാറും അവിടെ തന്നെ, വളയെ തന്നെ വിറ്റു. അതിലെന്താ വെച്ചാൽ പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് കൊടുത്ത പകുതി പൈസ കൊടുത്തിട്ടില്ലോ വണ്ടിന്റെ. ജീപ്പിന് ഇല്ല, അതുകൊണ്ട് അവരെടുത്തുകൊണ്ട് പോയി. അങ്ങനെ കൊണ്ടുപോയതാ. ഈ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള നിങ്ങളുടെ സഹോദരന്മാരിൽ ഒരാള് ഈ കുട്ടിയെ കല്യാണം കഴിഞ്ഞ് ചെന്ന് മൂന്നാം ദിവസമോ മറ്റോ വിളിച്ചു പറഞ്ഞു, രാത്രികാലങ്ങളിൽ കബീറിനെ പുറത്ത് അയക്കരുത്, എല്ലാരും പകലല്ലേ ജോലിക്ക് പോകുന്നത്, പകല് ജോലിക്ക് പോകാൻ പറയുക എന്ന് പലതവണ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? എനിക്കറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള പോലും ഓള് എന്നോട് പറഞ്ഞിട്ടില്ല. ഓള് പറഞ്ഞിട്ടുണ്ട്, ഓള് പറയട്ടെ. അല്ല, അത് എന്തായിരിക്കും? നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ അങ്ങനെ പറയുന്നത് നിങ്ങൾ മോഷ്ടിക്കാൻ പോകുന്നുണ്ടോ എന്ന് അവർക്ക് അറിയായിരുന്നോ? ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള നിങ്ങൾ വഞ്ചിച്ചല്ലേ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്? നിങ്ങൾ അന്തസ്സുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്, കുടുംബം പോറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു സാധു കുടുംബത്തിന്റെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇതോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കേസ് കഴിഞ്ഞ ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല, മോഷണമൊന്നും. അല്ല, കല്യാണത്തിന്റെ ശേഷമാണ് ഈ സംഭവം. അതിന് മുമ്പേ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ശേഷമാണ് ഈ സംഭവം വന്നത്. ഇങ്ങനെ കടവും കാര്യങ്ങളും വന്നേരെ. ഈ ചക്കരക്കൽ കേസ് എന്തായിരുന്നു? ചക്കരക്കൽ എനിക്കറിയില്ല. മട്ടന്നൂര്, അഞ്ചരക്കണ്ടി മട്ടന്നൂര്, അത് ഇതാണ് ഈ കേസ് ഇപ്പൊ ഉള്ളത്. കുമ്പത്ത് എന്തായിരുന്നു? കുമ്പത്താ? അത് കല്യാണത്തിന് മുമ്പായിരുന്നു, അതും കല്യാണത്തിന് ശേഷം? ഇല്ല, അങ്ങനെ ഒരു കേസ് എന്റെ വീട്ടിൽ ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ വീട്ടിൽ ഉണ്ടായ കേസ് മട്ടന്നൂർ കോടതിയിലാണ്. കോടതിയല്ല ഞാൻ ചോദിച്ചത്, അവിടുത്തെ അങ്ങനെ ഒരു മോഷണ കേസ് ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല. കാരണം ഇത് കല്യാണത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ആ കുട്ടി അതിനൊരു പരോക്ഷമായ കാരണക്കാരിയാവുകയാണല്ലോ. ഒരാളിനെ മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുക, പണം വേണം ആർഭാടത്തിന്. ഒരു വർക്ക്ഷോപ്പ് കുത്തി തുറന്നതും ഇതിന് ശേഷമാണോ? ഇതിൽപ്പെട്ട കേസ് തന്നെയാണ്. ഇതിന്റെ കൂട്ടത്തിലുള്ളതാ ഈ മട്ടന്നൂർ കോടതി വന്ന കേസുകളിൽ ഒന്നാണ്. ഇതിന്റെ കൂട്ടത്തിലുള്ള വർക്ക്ഷോപ്പ് കുത്തി തുറന്ന് എന്താ എടുക്കുന്നത്? അതിലുള്ള അവിടെ ഉള്ള സാധനങ്ങൾ അതൊക്കെയോ അതോ പൈസയോ? എന്തൊക്കെ കുത്തി തുറന്നപ്പോ, വർക്ക്ഷോപ്പ് കുത്തി തുറന്നപ്പോ അതെല്ലാം ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. ചില്ലറ പൈസ ഇപ്പൊ എന്ത് തോന്നുന്നു? റിയാസിന് ശിക്ഷ കിട്ടി, ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമായിരുന്നു വിവാഹം അതോ എപ്പോഴായിരുന്നു? വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് കേസിൽ കുടുങ്ങിയത്. അതെ, അല്ല അത് ഈ കേസിൽ പോയിട്ട് പുറത്തു വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? 2 വർഷം കാണും. ഇപ്പൊ 1 വർഷം 1.5 വർഷത്തിന് മേലെ 2 വർഷമായി. അപ്പൊ നിങ്ങൾ വേർപിരിഞ്ഞതിന് ശേഷമായി നടന്നല്ലേ ജയിലിൽ പോയത്? അവളങ്ങ് വീട്ടിൽ പോയതിന് ശേഷം. അപ്പൊ അത് പോയതിന് ശേഷവും ആ പറഞ്ഞത് ഈ കുട്ടി പ്രേരിപ്പിച്ച കാര്യം മനസ്സിൽ വെച്ച് നിങ്ങൾ മോഷ്ടിച്ചത് കൊണ്ടാണല്ലോ ജയിലിൽ പോയത്.
അല്ലേ? എങ്ങനെയെങ്കിലും ഇത് അടയ്ക്കാം എന്ന് വിചാരിച്ചു. ഈ കാശിന് വേണ്ടിയാണല്ലോ അത് പോയത്. അപ്പൊ അതിൽ അന്നേരം അവർക്ക് 5,000 റുപ്യ കൊടുത്തു. അവിടെ നിന്ന് വിറ്റിട്ട് അവരുടെ സ്വർണം വിറ്റിട്ട് 5,000 റുപ്യ കൈയോടെ അവളെ കൈ കൊടുത്ത്. അവളുണ്ട് വിൽക്കാന്, എവളുണ്ട് അന്നേരം വിൽക്കാൻ വേണ്ടിട്ടാടാ ഈ മോഷ്ടിച്ച സ്വർണം. മോഷ്ടിച്ചു കൊണ്ടുവന്നു മേഡം, സത്യമായിട്ട് ഞാൻ അറിയില്ല. എന്റെ അടുത്ത് സംഭവം അറിയാം, ഒക്കെ അറിയാം സംഭവം. ഓള് മറ്റവന്റെ കൂട്ടത്തിൽ തന്നെയാണ് കൊണ്ടുവന്നത്. ഇതെല്ലാം ഒക്കെ അറിയാം. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ അറിയില്ല. ഒരു പെണ്ണും ഭർത്താവ് മോഷണത്തിന് പ്രേരിപ്പിച്ച് പറഞ്ഞേക്കൂല. പിന്നെ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടോന്ന് ഞാൻ അറിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർണം പിന്നെ കുറേ കാശുമല്ല ഇയാളെ ഫ്രണ്ടിന് കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ ഇവരെ കൂടെ ഒരാൾ വന്നിന്, ഇവൻ്റെ ഫ്രണ്ട്. അപ്പോൾ വന്നിട്ട് അയാളെ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഓൻ്റെ കുഞ്ഞൻ്റെ പിന്നെ കയ്യിൽ കിടന്ന മോതിരയും വളയ എന്തായാലും സാരമില്ല, ഓൻ്റെ ഓന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തിരിച്ചു തരുന്നില്ലല്ലോ, ഓൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓനെ കൊണ്ട് കുഞ്ഞൻ്റെ കയ്യിൽ നിന്ന് എടുപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ട് കുറച്ച് ദൂരെ ആ ഫ്രണ്ട് ഇരിക്കുന്നു. എന്നിട്ട് ഓനൊരിങ്ങനെ ഒരു വാടിയ പോലെ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ ഇവൻ്റെ മുഖത്തിങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി ഓൻ്റെ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഊരി എടുത്താലും കുഴപ്പമില്ല, എൻ്റെ കടം വീടണ്ടേ, എൻ്റെ സ്വർണ്ണമല്ലേ ഇയാൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിലുള്ള സ്വർണം വാങ്ങിയിട്ട് ഓൻക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്, ഫ്രണ്ടിനെ സഹായിച്ചതാണ്. അപ്പോൾ ഓൻ തിരിച്ചു കൊടുക്കാണ്ട് ഇവൻ്റെ പിന്നെ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഊരി എടുത്ത് വരികയാണ് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഇവന്റെ മുഖം കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഞാൻ ഇപ്പൊ ഇവനിക്ക് പേടിയായിരിക്കും, ഈ സ്വർണം കൊണ്ടുവന്ന പേടിയായിരിക്കും അവന്റെ മുഖത്തുള്ളത്. അപ്പൊ ഇവൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്റെ കയ്യിലുള്ള കുഞ്ഞന്റെ കയ്യിലുള്ള ചെറിയ 2-3 മോതിരം, ചെറിയ 2 വളയും അതെല്ലാം കൊണ്ടുവന്ന സങ്കടത്തിലായിരിക്കും നിൽക്കുന്നത്. ഞാൻ എന്റെ കടത്തിനേക്കാളും വലുത് ഓന്റെ കടം ഞാൻ ചിന്തിക്കേണ്ട കാര്യമല്ല, അല്ല എന്റെ കട എങ്ങനെയെങ്കിലും വീടാ എന്ന് കരുതിയിട്ട് ഓന്റെ ടെൻഷൻ ഞാൻ ഭാവിച്ചില്ല. ഞാൻ ഇവരെ കൂടെ ജ്വല്ലറിയിലേക്ക് പോയി അത് കൊടുക്കാൻ വേണ്ടി, അല്ലാണ്ട് കട്ട് കൊണ്ടുവന്നാന്നൊന്നും ഞാൻ അറിയില്ല. എത്ര കിട്ടി? എത്ര പവൻ കിട്ടി? 6-7 ഉള്ളത്. 7 പവൻ. പെട്ടി എല്ലാം തുറന്നു നോക്കി അകത്ത് കയറി? ഞാനല്ല, മറ്റവനാണ് കയറിയത്. മറ്റവൻ കയറി നിങ്ങൾ എവിടെ ഇന്നേരം? പുറത്ത് നിന്നിട്ട് അവനെ തള്ളി കിട്ടോ അകത്തോട്ട്? എല്ലാം ഒരാള് പുറത്ത് നിൽക്കാൻ പറഞ്ഞു, ഓമന്റെ പുറത്ത് നിൽക്കുന്നതന്നെ. ആരെങ്കിലും വരണ്ടെങ്കിൽ നോക്കാനല്ലേ. എന്നിട്ട് വിളിക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തെടുത്ത്? ഇല്ല, വിറ്റിട്ടാണ് ഷെയർ ചെയ്ത്. വിറ്റിട്ടാണ് ഷെയർ ചെയ്ത്. അതെല്ലാം ഇരിപ്പുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ സത്യമേ പറയാവൂ. സത്യം പറയുന്നുണ്ട്. അല്ല ഇവിടെ വന്ന് ഞങ്ങളെ വെറും മണ്ടന്മാരാക്കാൻ ശ്രമിച്ചിട്ട് പോരുത്, മനസ്സിലായല്ലോ. അമ്പലത്തിലെ ഭണ്ഡാരം കുത്തി തുറന്നിട്ടുണ്ട് അല്ലേ? ഇല്ല, അത് വെറുതെ വെച്ച കേസാണ്. അത് ഒരെണ്ണം വെറുതെ വിടുകയും ചെയ്തു. ആര് എന്റെ ഉടമയില്ല, ഒരെണ്ണം നമുക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, ആർക്കും അങ്ങനെ സംഭവം പോയിട്ടില്ല. മറ്റേ ഒരെണ്ണം വെറുതെ വിട്ടിന്റെ കേസ്. മേഡം, ഞാൻ ഇവരെ വീട്ടിലുള്ള സമയത്ത് ഇവരെ ഏട്ടന്റെ ഭാര്യ ഇങ്ങനെ പറയും, ഒരാദ്യം താമസിച്ച വീട്ടിൽ നിന്ന് എത്രയോ സ്വർണ്ണം, ഈ ഏട്ടന്റെ ഭാര്യന്റെ സ്വർണവും പിന്നെ ഏട്ടന്റെ ഭാര്യന്റെ കുട്ടിന്റെ സ്വർണ്ണം എല്ലാം മോഷണം പോയിന്ന്. ആരാ എടുത്തെന്ന് അവർക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. പിന്നെ അങ്ങനെ ആരെയും അവർക്ക് സംശയമില്ല, എല്ലാം വിശ്വാസമുള്ള ആൾക്കാർ. എങ്ങനെ ഈ മോഷണം പോയെന്ന് അറിയില്ല. അതൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് താമസിച്ച വീട്ടിൽ നിന്ന് എന്ത് കാരണം കൊണ്ടാ? ഏത് സ്ഥലത്താ താമസിച്ചേ? നമ്മൾ ജാതിരി. ജാതിരിക്ക് മുമ്പ് എവിടെ ആയിരുന്നു? അവിടെ തന്നെ. അല്ല, അതിന് അവിടെ വന്നിട്ട് ആ സ്ഥലത്ത് താമസമാക്കി 3 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതിന് മുൻപ് നിങ്ങൾ എവിടെ ഇപ്പം താമസിക്കുന്ന സ്ഥലത്താണ് 3 മാസം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു. 3 മാസം ഒന്നല്ല, 5-8 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. അതിന് മുമ്പ് താമസിക്കുന്ന സ്ഥലം ജാതേരി. അവിടുന്ന് മാറ്റി എന്തുകൊണ്ടാ മാറി ഇങ്ങോട്ട് വന്നേ? അവിടെ കലാപവും കാര്യങ്ങളും എല്ലാം ആയിട്ട്. കലാപം, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് വന്നതാണ്. വേറെ ഈ ഓലക്കെട്ട് ഇങ്ങനെ മടഞ്ഞി ഉണക്കാൻ ഇങ്ങനെ കൊള്ളിന്റെ മേലെ, ഈ മതിലിന്റെ മേലെ ഇങ്ങനെ ചാരി വെക്കും ഓലക്കെട്ട് മടഞ്ഞിട്ട്, വീട് കെട്ടുന്ന പോലെ. അത് ഈ അറ്റത്തുനിന്ന് തീ കൊടുക്കുന്നു, അപ്പൊ പടർന്നങ്ങ് തീ പിടിക്കും. പിന്നെ അടുത്ത വീട്ടിലെ കിണറിൽ ഈ പിന്നെ കരി ഓയല്, പിന്നെ ഈ കോഴിന്റെ പാർട്സ്, ഇതെല്ലാം രാത്രി കാലങ്ങളിൽ കൊണ്ടുപോയിടും അടുത്ത വീട്ടിലുള്ള ആൾക്കാരെ. അങ്ങനെ പല ഉപദ്രവങ്ങളുണ്ട് എന്ന് അവിടെ അന്വേഷണത്തിൽ കിട്ടിയത്. ഓ, അത് ഇയാളാണോ ചെയ്യുന്നത്? ഇത് എന്റെ അടുത്ത് പറയുകയും ചെയ്തത്, ഞാൻ ഇവരെ കൂടെ ജീവിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തതിന് ഞാനിങ്ങനെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാനല്ല, അത് എവള് വെറുതെ ഉണ്ടാക്കി പറയാ ഇതൊക്കെ. അങ്ങനെ ചെയ്ത് നിങ്ങൾ ആ ഇടവലത്ത് പോയിട്ട് സാറന്മാർ തെളിയിക്കുന്നാല് ഇല്ല, എവളിത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഇതില് അതേ ഇത് ഇങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ അവളെ കെട്ടിയത് എന്റെ വീട്ടുകാർക്കാർക്കും ഇഷ്ടമില്ലാണ്ട് ഞാൻ കെട്ടിയത്. ആ വീട്ടുകാർക്കാർക്കും ഇഷ്ടമല്ലാതെയാണോ കെട്ടിയത്? അവളെ സ്വഭാവം കൊണ്ടാണ് അവർക്ക് പിന്നെ വെറുപ്പ്. ആദ്യം അവർക്കെല്ലാം ഇഷ്ടമായിരുന്നു. 1 വർഷം തികച്ചും വീട്ടിൽ നിന്നിട്ടില്ല. ഇല്ല, 2.5 വർഷം തികച്ചും ഞാൻ ജീവിച്ചിട്ടില്ല. ഈ 2.5 വർഷത്തിന്റെ അടുത്ത് ഞാൻ ആർഭാടമായിട്ട് ജീവിച്ചിട്ട് ഇത്രയും കടം വന്നത്. അപ്പൊ ഞാൻ ഭയങ്കര പെണ്ണല്ലേ, അത്രയും ആർഭാടക്കാരിയല്ലേ ഞാൻ.
അവർക്കറിയില്ല ഇനിയിപ്പം പറയാമല്ലോ ഇനി കൂടെ കിടന്നല്ലാണ്ട് തിരിയോ അതില ഇനി പെണ്ണാണ് എന്ത് ആർഭാടമാണ്? എന്ത് ഞാൻ ആർഭാടമായിട്ട് ജീവിക്കുന്നതാണെങ്കിൽ ഓൾക്ക് ഓളെ ഏട്ടത്തി എന്റെ മാപ്പിള ഓളെ കൂട്ടി സിനിമക്ക് പോവും, മറ്റെടുത്ത് പോകും, തിരിച്ചെടുത്ത് പോകും, പാർക്കിൽ പോകും. ആഴ്ച ഞായറാഴ്ച അവളെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ് ആ അവളെ കൂട്ടിയിട്ട് ഇവിടെ പാർക്കിൽ പോകും, മറ്റെടുത്ത് പോകും. ഓളെ ഭാര്യനാ ഭാര്യനെ കൂട്ടിയിട്ട് സിനിമക്ക് പോവാ. കാശ് കൊടുക്കണം. അല്ല ഇവള് അങ്ങനെ ഇവള് അന്നേരം പറയോ ഓളെ കൂട്ടിയിട്ട് കുഞ്ഞലെ ആടയും വിടാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ കൂട്ടിയിട്ട് പോയിക്കൂടെ, സിനിമക്കെല്ലാം പോയിക്കൂടെ, അങ്ങടെ പോയിക്കൂടെ, ഇവിടെ പോയിക്കൂടെ എന്നെല്ലാം പറയൂ ഇവള് വീട്ടിൽ നിന്ന്. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ആരും ഇപ്പൊ ഒന്ന് സിനിമക്ക് പോകുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരൊന്നും പറഞ്ഞേക്കില്ല. സിനിമയ്ക്ക് പോകുന്നൊന്നും ഇഷ്ടമല്ല, കക്കാം വീട് കുത്തി തുറന്ന് കക്കാം, ഭണ്ഡാരം കുത്തി തുറന്ന് കക്കാം, വല്ലവനെയും വയസ്സായ സ്ത്രീയുടെ കാതിലെ പിടിച്ചു പറിക്കാം. സിനിമയ്ക്ക് പോകുന്നതോ വലിയ കുറ്റം ആണോ? ഈ ബൈക്ക് കറങ്ങി കിടന്ന് മാല പൊട്ടിക്കുന്നതൊക്കെ ആണോ ഭയങ്കര ഉദാത്തമായ? അങ്ങനത്തെ ഒരു കേസ് എന്റെ വീട്ടിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുണ്ടായിട്ടില്ല. എന്റെ വീട്ടിൽ ആകെ ഈ ഒരു കേസേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്തോ അത് നിയമം നിങ്ങളെ കയ്യിലെടുത്തോളും. അത് നിങ്ങൾ സംസാരിക്കുന്ന ഒരു കോടതിയുടെ മുമ്പിലാണ്. ഈ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പറഞ്ഞ് വഞ്ചിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഫോൺ ചെയ്ത് സ്ഥിരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു. വായില് ബ്ലേഡ് വെച്ച് തുപ്പുന്നതൊക്കെ ക്രിമിനലുകൾക്ക് മാത്രം പരിചയമുള്ള കലയാണ്. നിങ്ങൾ ഫോൺ അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോണിൽ റെക്കോർഡ് ഉണ്ട്. നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞ് മാറ്റരുത്, അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്കാനടുത്ത് പറഞ്ഞ എന്റെ അടുത്തല്ല, ഇക്കാന്റെ അടുത്ത് പറഞ്ഞത്. ബ്ലേഡ് വെച്ച് ഇങ്ങനെ അവരുടെ ആങ്ങളെ ഫോൺ ചെയ്തിട്ട് ബ്ലേഡ് നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ അതിന്റെ ശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് തന്നെ ഇല്ല. ഫോണിൽ കൂടെ നമ്പർ പോലും എന്റെ അടുക്കില്ല. എന്താണ് നിയമപരമായിട്ട് എന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് അറിയാവോ? അതിന്റെ നമ്പർ പോലും ഇല്ല എന്റെ അടുത്ത് ഒരേ ആങ്ങളുടെ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. ആസിഡ് ഒഴിക്കും എന്നല്ല വലിയ പറഞ്ഞത്. മുഖത്ത് ആസിഡ് ഒഴിക്കും, വായിൽ ബ്ലേഡ് വെച്ചിട്ട് തുപ്പും എന്നൊക്കെ അല്ലേ പറഞ്ഞത്. സാറേ ഇതേപോലെ വെറുതെ ഇല്ലാതെ പറയാം. സ്വർണം വാങ്ങിയ വീട്ടുകാരെ ഞാനിത് അങ്ങനെ പറഞ്ഞത് സാർമാർക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ ആരോട് പറഞ്ഞില്ല സാറ് തെളിയിച്ചതുകൊണ്ടല്ലേ രണ്ടുകൊല്ലം ജയിലിൽ കിടന്നേ. അത് ശരി, അത് സമ്മതിച്ച് അല്ല മേഡം, അത് സമ്മതിച്ച്, അത് തെറ്റ് ചെയ്ത് സമ്മതിച്ച് അത് തീർന്ന് അതിന്റെ ശേഷം പിന്നെ ഒരു തെറ്റല്ല. ഇത് പറയാത്ത കാര്യങ്ങളാണ് അവളിപ്പോ പറയുന്നത്. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അവള് പറയുന്നത്. ഞാൻ അവളെ ഇങ്ങോട്ട് വരുവാൻ വിളിക്കലേ ഉള്ളൂ, അല്ലാണ്ട് ഇത് ഇങ്ങനത്തെ വർത്താനൊന്നും ഞാൻ പറയില്ല. ഇനി വരുന്നോ ഞാൻ ചോദിക്കും. ഇനി എന്താ ഇനി വരുന്നില്ല ഞാൻ ഓരോന്നേക്കും പറയാം. എന്തിനാ ഞാൻ വരുന്നത്? എന്റെ കടം പോയിട്ട് തന്നാ ഞാൻ വരുമെന്ന് അറിയും. അല്ല അത് പോട്ടെ. ഇത്രയും സ്നേഹമായിട്ട് നോക്കി സംരക്ഷിച്ച ഒരു കുട്ടി ഇപ്പൊ നിങ്ങളെ വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഓള് പറയണല്ലോ ഇപ്പൊ എന്താ കാരണം എന്നല്ല. ആ കുട്ടി പറഞ്ഞത് കളവേശപ്പെട്ടോണ്ടാണെന്ന് ഓള് ഇപ്പൊ നിങ്ങളും പറയുന്നത് കളവേശപ്പെട്ടോണ്ടാണ്. ഓള് പറഞ്ഞത് എന്റെ കടം തീർത്തന്ന് ഞാൻ അങ്ങ് വരും, അല്ലെങ്കിൽ ചാനലിൽ വന്ന് ഒപ്പിട്ടെന്ന് ഞാൻ വരും. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ കളവ് കേസ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണ്ടായിരുന്നു, ഞാനത് പറഞ്ഞില്ല. കാരണം എൻ്റെ പോയ പൈസയും ഇതും തിരിച്ചു കിട്ടിയാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നിങ്ങളിത് അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? അല്ല അത് പെട്ടുപോകുന്നില്ല, കോടതിയാണ് ചോദിക്കുന്നത്. ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് കള്ളം പറഞ്ഞ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ വേറെ മാറ്റി പറഞ്ഞ് പിന്നെ വരാൻ പാടില്ല. യഥാർത്ഥ കാര്യം പറയണം. ഇതിന് മുമ്പിലത്തെ സത്യമേ പറയാവൂ. എന്തായാലും നിങ്ങളുടെ കൂടെ ഉള്ള ബന്ധുക്കൾ വന്നിട്ടുണ്ടോ? അവരെ ഒന്ന് വരാൻ പറയാം. നിങ്ങൾ പ്രകോപിതനാകുമൊന്നും വേണ്ട കേട്ടോ. അവരുടെ ഉമ്മ എന്തിനു വന്നു, ചേട്ടത്തി എന്തിനു, അതൊന്നും ചോദിക്കണം. അവരൊക്കെ ഈ ലോകത്തോരെ വ്യക്തികളാണ്. നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പിന്നെ എന്താ പറയുക, എല്ലാവരെയും നമ്മൾ പല കാണേണ്ടി വരും, വേണ്ടി വരും. ആരോടും ആർക്കും ശത്രുതയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾ എന്താണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അങ്ങനെ ഒരു മോഷ്ടാവിൻ്റെ കൂടെ ജീവിക്കാൻ ഈ ലോകത്ത് ഒരു പെണ്ണും ആഗ്രഹിക്കത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവും അഗതികേട് കൊണ്ട്. ഭർത്താവ് മോഷ്ടാക്കളായാലും കുഴപ്പമില്ലാന്ന് വെച്ചാൽ നമ്മൾ അവരെ ഒന്നും വിമർശിക്കുന്നില്ല, പോട്ടെ. പക്ഷേ നിങ്ങൾ ചെയ്ത ഈ വഞ്ചനാ കുറ്റം, അതിന് എന്താണ് പ്രതിവിധി? ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങളിങ്ങനെയാക്കി, അതിനെന്താണ് പോംവഴി എന്നുള്ളത് കബീർ തന്നെ ആലോചിച്ച് പറയുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ മാഡം പറയുന്നത്? അവരോട് വരട്ടെ, വന്നിട്ട് അത് ആലോചിക്കുക. കബീറും ആലോചിക്കും എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഭർത്താവിന്റെ ധർമ്മം, അല്ലെങ്കിൽ ഒരു രണ്ട് കുട്ടികളുടെ ഉദ്ദേശിക്കുന്നത് ഓള് വരികയാണെങ്കിൽ ഓളെ കൂട്ടാനാണ്, ഒഴിവാക്കാനാണില്ല.